അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവിടെയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ പറ്റി വ്യക്തമായ ധാരണയുള്ള ഒരാൾക്ക് ഈ ചോദ്യം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ദാ നോക്കടാ, ഇതെന്താണ് ഈ ഒരു മെട്രിക്സ്, ഇതിന്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിന്റെ ഓർഡർ ഇതാ 3 റോയ് 2 കോളം, അപ്പൊ 3/2 ഓക്കെ ആണ്. ഇനി ഇവിടെ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 3/1 ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ നോക്കുക, ഇതാ ഒരു മെട്രിക്സ് ഇൻറ്റു എ ചെയ്തപ്പോൾ മറ്റൊരു മെട്രിക്സ് കിട്ടി, ഓക്കെ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെട്രിക്സിന്റെ ഓർഡർ 3/2 ആയിരുന്നു, ഈ മെട്രിക്സിന്റെ ഓർഡർ 3/1 ആണ്. അപ്പൊ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. എന്താണ്? ഈ മെട്രിക്സ് തീരുന്ന അതേ നമ്പറിൽ തന്നെ ഇവിടുത്തെ മെട്രിക്സ് തുടങ്ങണം. അപ്പൊ ഇത് 2 ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ക്ലിയർ ആണ്, ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? എ ബി എ ഇൻറ്റു ബി, ഓക്കെ ആണല്ലോ. എ എന്ന് പറഞ്ഞ മെട്രിക്സ് m/n, ഇതിന്റെ മെട്രിക്സ് n/p ആണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ m/p ആയിരിക്കും. ഇതും സെയിം ആയിരിക്കണം. പിന്നെ ഇവിടെ ബാക്കി നിൽക്കുന്ന 2 പേര് ആയിരിക്കും ഇതിന് വരുന്നത്, ഓക്കെ. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എയുടെ നമ്പർ ഓഫ് റോസ് 2 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ ഉള്ളത്, ഇവിടെ വരുന്ന നമ്പർ ഏതായിരിക്കും? ഇവിടത്തെ നമ്പർ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. നോക്കിക്കേ, ഇവിടെ പി എന്നത് എങ്ങനെയാണ്? ഇവിടെ കിടക്കുന്ന പി തന്നെയാണ് ഇവിടെ കിടക്കുന്ന പി, ഓക്കെ ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണ്. ഇതാ നോക്കൂ മക്കളെ, ഇവിടെ കിടക്കുന്ന പി തന്നെയാണ് ഇവിടെ കിടക്കുന്ന പി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതാ ഇവിടെ കിടക്കുന്ന 1 തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താന്ന് കിട്ടി? 2/1 ആണെന്ന് കിട്ടി, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/1 എന്ന് വളരെ സ്പീഡ് നമുക്കത് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ അത്ര എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെപ്പറ്റി ഒരുപാട് ഓർത്ത് കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മെട്രിക്സിലേക്ക് ഇത് അങ്ങ് ഇട്ട് കൊടുക്കാം. അവിടെ 3 - 1 0 1 2 -3 ഓക്കെ ആണല്ലോ. ഇനി എ എന്ന് പറഞ്ഞ 2/1 ആണ്, അപ്പൊ 2 റോ. അപ്പൊ ഞാൻ ഇതിനെ എ ബി എന്ന് വിളിക്കുന്നു. ഇത് ഈക്വൽ ടു എന്തായിരിക്കും? 2 -5 -17. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ, അതിന്റെ ഓർഡർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. എന്ത് വരും? ഇത് 3 ഇൻറ്റു എ, 3a മൈനസ് ബി. അടുത്തത് 0 ഇൻറ്റു എ 0 പ്ലസ് ഇത് ബി തന്നെ വരും. അടുത്തത് 2a മൈനസ് 3b ഈക്വൽ ടു എന്തെന്ന് വരും ഇവിടെ? 2 -5 -17 എന്ന് വരും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു -5 എന്ന് കിട്ടും. ആൻഡ് 3a മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലേ? ദാറ്റ് ഈസ് 3a മൈനസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ -5 ആണ്. അപ്പോൾ ഈക്വൽ ടു 2 എന്ന് വരും. അതായത് 3a പ്ലസ് 5 is equal to 2 എന്ന് വരും. ഇതിൽ നിന്നും 3a ഈക്വൽ ടു 2 minus 5 which is equal to -3 എന്ന് വരും. a equal to 3a എന്ന് പറയുന്നതാണ് -3. അപ്പൊ a equal to എന്തായിരിക്കും? -3/3 -1 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആ മെട്രിക്സ് എന്ന് പറഞ്ഞ ഏതായിരിക്കും മക്കളെ? -1 -5. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആ മെട്രിക്സ് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വ്യക്തമായിട്ട് അറിയാവുന്ന ആർക്കും ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.